നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓഗസ്റ്റ് 27-ാം തീയതി വിനായക ചതുർത്ഥിയോടൊപ്പം 999 ഒരു യോഗം കൂടി രൂപപ്പെടുന്നുണ്ട്. സംഖ്യാശാസ്ത്രം അനുസരിച്ച് 9 എന്ന സംഖ്യ പൂർത്തീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കത്തെയും ഇത് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ഇല്ലാത്ത നല്ലൊരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിനായക ചതുർത്ഥി ദിവസം തീർച്ചയായും ചെയ്യേണ്ട അതിശക്തിയാർന്ന ചില പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം അടുത്ത ഒരു ലെവലിലേക്ക് ഉയരാനും വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നതിനും ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുമുള്ള ദുരിതകാലം മാറാനും അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാകുവാനും മുൻജന്മ കർമ്മഫലങ്ങൾ കുറയുവാനും മാനസിക വിഷമങ്ങൾ ഇല്ലാതാകാനും അതിലുപരി പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുവാനും ഭാഗ്യത്തെ ആകർഷിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വർഷത്തിൽ ഒരു തവണ വരുന്ന ഈ വിനായക ചതുർത്ഥി ശരിയായ രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ വരുന്ന ഒരു വർഷക്കാലം യാതൊരു തടസ്സങ്ങളുമില്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ നടക്കുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ജീവിതം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഉയരുന്നതുമാണ്. ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ 2025 ഓഗസ്റ്റ് 27-ാം തീയതി വിനായക ചതുർത്ഥി ദിവസം 999 യോഗം എങ്ങനെയാണെന്നാൽ ഓഗസ്റ്റ് 27 ആ 27 കൂട്ടുമ്പോൾ 9 എന്ന സംഖ്യയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 2025 കൂട്ടുമ്പോഴും 9 ലഭിക്കുന്നത്. ഇങ്ങനെ 2 9കൾ ചേരുന്നതിലൂടെ 999 യോഗം ആണ് ഉണ്ടാകുന്നത്. സംഖ്യാശാസ്ത്രം അനുസരിച്ച് 9 എന്ന സംഖ്യ പൂർണ്ണതയെയും ഒരു പുതിയ അധ്യായത്തിൻ്റെ ആരംഭത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു കാര്യത്തിൻ്റെ സമാപ്തിയെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്കുള്ള ഉയർച്ചയെയും അല്ലെങ്കിൽ അടുത്തൊരു ഘട്ടത്തിൻ്റെ ആരംഭത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ഗണപതി ഭഗവാൻ ബുദ്ധിയുടെ ദേവനാണ്. മാത്രമല്ല വിനായക ചതുർത്ഥി എന്നത് അത്യപൂർവ സവിശേഷതകൾ നിറഞ്ഞ ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിനായക ചതുർത്ഥിയും 999 യോഗവും കൂടിച്ചേരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിറവേറി കിട്ടുന്നതാണ്. മാത്രമല്ല കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും ഈ ദിവസം വളരെയധികം വിശേഷപ്പെട്ടതാണ്. ജീവിതത്തിലെ തടസ്സങ്ങളും വിഘ്നങ്ങളും എല്ലാം ഇല്ലാതാകുവാനും ജീവിതത്തിലെ പഴയ അധ്യായങ്ങൾ, അതായത് നിങ്ങളുടെ ഇപ്പോഴുള്ള മോശം അനുഭവങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതവും കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മഫലങ്ങളുമെല്ലാം ഇല്ലാതാക്കുന്നതിനും ഈ ദിവസം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി ഇതിനെല്ലാം ഉപരി കഴിഞ്ഞ കാല പ്രശ്നങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും പുറത്തു വരുന്നതിനും ഈ ദിവസം വളരെയധികം അനുയോജ്യമാണ്. അതിനായി ഇനി പറയുന്ന അതിശക്തിയാർന്ന ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ജീവിതം നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തിച്ചേർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മാത്രമല്ല എത്ര നടക്കാത്ത ആഗ്രഹങ്ങൾ പോലും വളരെ നിഷ്പ്രയാസം സാധിച്ചു കിട്ടുന്നതുമാണ്. ഒന്നാമതായി എത്ര പരിശ്രമിച്ചിട്ടും ഇതുവരെയും നടക്കാത്ത നിങ്ങളുടെ ആഗ്രഹം വളരെ നിഷ്പ്രയാസം സാധിച്ചു കിട്ടുന്നതിനായി ചെയ്യേണ്ട പരിഹാരം എന്താണെന്ന് നോക്കാം. ഓഗസ്റ്റ് 27-ാം തീയതി രാവിലെ 6:22 മുതൽ 7:25 ഇത് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സമയത്ത് ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ രാവിലെ 9:31 മുതൽ 10:34 ഇത് ചെയ്യാവുന്നതാണ്. വളരെ എഫക്റ്റീവായ 2 സമയങ്ങളാണിത്. എന്നിരുന്നാലും ഈ ഒരു സമയത്ത് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി ഏതൊരു സമയത്തും ചെയ്യാവുന്നതാണ്. വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന പരിഹാരമാണിത്. അതായത് വിനായക ചതുർത്ഥി ദിവസം അതിരാവിലെ കുളിച്ച് ശുദ്ധിയോടുകൂടി വീട്ടിലെ തുളസിച്ചെടി നല്ലതുപോലെ നനയ്ക്കുക. തുളസിച്ചെടിയിൽ ഈ ഒരു പരിഹാരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി തുളസിച്ചെടി ഇല്ല എങ്കിൽ വീട്ടിലെ മറ്റേതൊരു ചെടിയിലും ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് തുളസിച്ചെടിക്ക് വെള്ളമൊഴിക്കേണ്ടത്? ചെടിയിൽ വെള്ളമൊഴിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നടന്നു കഴിഞ്ഞതായി മനസ്സിൽ പറഞ്ഞുകൊണ്ട് തുളസിച്ചെടിക്ക് വെള്ളമൊഴിക്കുക.
ഇനി തുളസിച്ചെടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഈ രീതിയിൽ പറയുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ആദ്യം തന്നെ തുളസിച്ചെടിക്ക് ഒഴിക്കുന്ന രീതിയിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്ക് നോക്കി നിങ്ങളുടെ ആഗ്രഹം, വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം ഏതാണോ അത് നടന്നു കഴിഞ്ഞതായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പറയുക. അത് ആ വെള്ളത്തിലേക്ക് നോക്കി വേണം പറയേണ്ടത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്, ആ ആഗ്രഹം നടന്നതിന് ശേഷം എത്രത്തോളം സന്തോഷം നിങ്ങൾക്കുണ്ടാകുന്നുവോ ആ ഒരു ഫീൽ നിങ്ങളിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്തതിന് ശേഷം കയ്യിലുള്ള ആ വെള്ളം തുളസിച്ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്തു നോക്കൂ. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ആ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നടക്കുന്നതാണ്. ഇനി രണ്ടാമതായി നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിച്ച് ഒരു മൺവിളക്ക് കൊളുത്തുക. 9 ഗ്രാമ്പു കയ്യിൽ പിടിച്ച് നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളിലെയും ഈ ജന്മത്തിലെയും തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുക. തുടർന്ന് എൻ്റെ ഭൂതകാലത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതായി, പഴയ മോശം അനുഭവങ്ങൾ എല്ലാം ഞാൻ മറന്ന് മുന്നോട്ടു പോകുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചിരിക്കുന്നു. ഇനിയെല്ലാം നല്ലതായിരിക്കും. ഞാൻ പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുക. അതിനുശേഷം ഈ 9 ഗ്രാമ്പു വിളക്കിലെ തിരിയിൽ വെച്ച് കത്തിക്കുക. വിളക്കിൻ്റെ തീനാളത്തെ നോക്കി ഗ്രാമ്പു കയ്യിൽ പിടിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ ആവർത്തിക്കുക. പിന്നീട് ഗ്രാമ്പു മുഴുവനും കത്തി തീർന്നതിന് ശേഷം ബാക്കിയുണ്ടാകുന്ന ആ ഗ്രാമ്പുവും അതിൻ്റെ ചാരവും അടുത്ത ദിവസം വീട്ടിലെ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലെ മണ്ണിൽ കുഴിച്ചിടാവുന്നതാണ്. അതിനുശേഷം വിരൽ കൊണ്ട് 2 തവണ 9 എന്ന് മണ്ണിൽ എഴുതുകയും വേണം. എന്നിട്ട് ഇതുമുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു, ഇനിയെല്ലാം നല്ലതായിരിക്കും എന്ന് പൂർണ്ണ സന്തോഷത്തോടു കൂടി പറയുക. പൂർണ്ണ വിശ്വാസത്തോടെയും ഹൃദയത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടുമാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. വെറുതെ ഒരു പരീക്ഷണാർത്ഥം എന്ന നിലയിൽ ഒരു കാരണവശാലും ഇത് ചെയ്യരുത്. ഇങ്ങനെ ചെയ്തു പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി ജീവിതം നല്ലൊരു നിലയിലേക്ക് ഉയരുന്നതാണ്. ഇനി മൂന്നാമത്തെ പരിഹാരം ചെയ്യുവാൻ കുറച്ച് കർപ്പൂരവും മുട്ടോടുകൂടിയ 2 ഗ്രാമ്പുവും ഒരു ബേ ലീഫുമാണ് ആവശ്യമുള്ളത്. കർപ്പൂരം വെച്ചതിന് ശേഷം അതിനോടൊപ്പം 2 ഗ്രാമ്പുവും ഒരു ബേ ലീഫും ചേർത്താണ് കത്തിക്കേണ്ടത്. ഈ പുക വീടിൻ്റെ എല്ലാ മുറികളിലും പ്രത്യേകിച്ച് ബെഡ്റൂമുകളിൽ കാണിക്കുക. പുകയ്ക്കുമ്പോൾ ഈ മുറി പൂർണ്ണമായും പോസിറ്റീവ് ഊർജത്താൽ നിറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ബന്ധങ്ങൾ വളരെ മികച്ചതാണ്, എല്ലാവരുടെയും ആരോഗ്യം നല്ലതാണ് എന്നിങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഈ പുക വീടാകെ കാട്ടേണ്ടത്. ഈ ഒരു സമയത്ത് ഓം ഗം ഗണപതയെ നമഃ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രമോ ചൊല്ലാവുന്നതാണ്. ഇനി നാലാമതായി വളരെ വളരെ പവർഫുള്ളായ ഒരു പരിഹാരമാണിത്. ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ 100% ഫലം ഉണ്ടാകും എന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയത്തിൻ്റെയും ആവശ്യമില്ല. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു പേപ്പറിൽ എഴുതി അത് നിമജ്ജനം ചെയ്യുന്ന രീതിയാണിത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നടന്നു കഴിഞ്ഞതായി ഒരു ചെറിയ പേപ്പറിൽ എഴുതുക. എത്ര ആഗ്രഹങ്ങളും ഏത് നിറത്തിലുള്ള പേന കൊണ്ടും ഏത് നിറത്തിലുള്ള കടലാസിലും എഴുതാവുന്നതാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഗണപതി വിഗ്രഹം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ കടലാസ് മടക്കി ഗണപതി ഭഗവാനെ വെക്കുന്ന ആ ഒരു പീഠത്തിൻ്റെ അടിയിൽ വെക്കാവുന്നതാണ്. ഗണപതി വിസർജനം ചെയ്യുന്ന ദിവസം, അതായത് ഗണപതിയുടെ കൂടെ ഈ കടലാസും നിമജ്ജനം ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഗണപതി വിഗ്രഹമില്ല എങ്കിൽ വീട്ടിലുള്ള ഗണപതിയുടെ ചിത്രത്തിനോ അല്ലെങ്കിൽ വിഗ്രഹത്തിനു പിന്നിലോ വിഗ്രഹത്തിന് താഴെയായോ എഴുതിയ കടലാസ് വയ്ക്കാവുന്നതാണ്. പിന്നീട് നിങ്ങൾ എപ്പോഴാണോ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഈ പേപ്പറും നിങ്ങൾക്ക് നിമജ്ജനം ചെയ്യാവുന്നതാണ്. ഇനി നിമജ്ജനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാൽ ഈ കടലാസ് വെള്ളത്തിലോ പുഴയിലോ കുളത്തിലോ ഒഴുക്കിവിടാവുന്നതാണ്. ഇനി അതിന് സാധ്യമല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ചെടിച്ചട്ടിയിലെ മണ്ണിൽ കുഴിച്ചിട്ട് അതിനു മുകളിൽ വെള്ളം ഒഴിക്കാവുന്നതുമാണ്.
ഈ ഒരു പരിഹാരം പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ അതിന് നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ഇനി ഈ 4 പരിഹാരങ്ങൾ ചെയ്യുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇത് നിങ്ങൾ പിന്തുടരുമ്പോഴും ആരെയെങ്കിലും നിന്ദിക്കുകയോ വേദനിപ്പിക്കുകയോ മോശം വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്താൽ ആ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് സ്വയം നിയന്ത്രിക്കുകയും പരിഹാരം ചെയ്യുമ്പോൾ പോസിറ്റീവായിരിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ പരിഹാരം നിങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ തടസ്സപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, എത്ര നടക്കാത്ത ആഗ്രഹങ്ങളും നിഷ്പ്രയാസം നടന്നു കിട്ടുന്നതുമാണ്. അതുകൊണ്ട് ഈ പരിഹാരത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ഏതാണോ അത് വിനായക ചതുർത്ഥി ദിവസം പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ചെയ്യുക. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.